മക്കളെ, ഈ കഴിഞ്ഞ എക്സാം പലരും ഏറ്റവും നന്നായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടും പലർക്കും വേണ്ട രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവാൻ പറ്റാതെ പോയൊരു വർഷം തന്നെയാണ്. അപ്പോൾ ഇനി MBBS എനിക്ക് കിട്ടില്ല എന്ന് മനസ്സുകൊണ്ടെങ്കിലും ഉറപ്പിച്ച ആളുകളുണ്ട്. നെക്സ്റ്റ് എന്തെന്ന് ആലോചിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും നല്ലൊരു ചോയ്സാണ് നിങ്ങൾ വെറ്റിനറിക്ക് പോവുക. വെറ്റിനറി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മുന്നോട്ടേക്ക് ഇനി കുറേ റിസർച്ചിലാണെങ്കിലും മുന്നോട്ടേക്ക് കുറേ സാധ്യതകളുണ്ട്. വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 2 കോളേജുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ഗവൺമെൻറ് പോസ്റ്റുകളായിക്കോട്ടെ, മുന്നോട്ടേക്കുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ പെട്ടെന്നൊരു ജോലി സാധ്യതയുള്ള കോഴ്സ് തന്നെയാണ് വെറ്റിനറി. അതുമാത്രമല്ല, മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പുറത്ത് രാജ്യങ്ങളിലേക്ക് റിസർച്ച് സൈഡിലൊക്കെ തന്നെ പോകാൻ ഏറ്റവും നല്ലതാണ് വെറ്റിനറി. അവസരങ്ങൾ കുറേയുണ്ട്, പക്ഷെ പലപ്പോഴും പല കുട്ടികളും അത് മനസ്സിലാക്കാതില്ല എന്നുള്ളതാണ് സത്യം. ഈ വെറ്റിനറിയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജനറൽ മെറിറ്റിൽ നമുക്ക് വന്നിട്ട് വെറ്റിനറി കോളേജ് തൃശ്ശൂരിൽ നിങ്ങൾക്കറിയാം 4075 വരെയൊക്കെയാണ് കഴിഞ്ഞ വർഷം കേരള റാങ്കിലുള്ള കുട്ടിക്കാണ് പോയത്. പക്ഷേ 5313 കിട്ടിയ കുട്ടിക്ക് കൂടെ നമ്മുടെ വയനാട്ടിൽ വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതേ സമയത്ത് ഈഴവ റിസർവേഷനിലുള്ള കുട്ടിക്ക് 5310 റാങ്കിൽ വന്ന കുട്ടിക്ക് അഡ്മിഷൻ തൃശ്ശൂരിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്കറിയാം തൃശ്ശൂരിലാണ് കുറച്ചും കൂടെ ചെറിയ റാങ്കിൽ കിട്ടുന്നത്. കുറച്ചും കൂടെ എന്താ പറയുക, റാങ്ക് നിങ്ങൾക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വയനാട് കിട്ടാറുണ്ട്. അതായത് വയനാട് നമുക്ക് കുറച്ച് റാങ്ക് കൂടിയാലും കിട്ടും, പക്ഷെ മറിച്ച് തൃശ്ശൂരിൽ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നല്ല റാങ്ക് ആയിരിക്കണം. അപ്പം ഈഴവയിൽ വന്നിട്ട് 5310 അതേ സ്ഥാനത്ത് അത് വയനാട്ടിലേക്ക് വന്നപ്പോൾ 6621 റാങ്ക് കിട്ടിയ കുട്ടിക്ക് വരെ അഡ്മിഷൻ ആയിട്ടുണ്ട്. ഇത് കേരള റാങ്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള റാങ്ക് വന്നു, അതിൻ്റെ ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. മുസ്ലിംസിലാണെങ്കിൽ 5031 വരെ തൃശ്ശൂരിൽ പോയപ്പോൾ 6514 വരേക്ക് നമുക്ക് പൂക്കോടുള്ള വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് ലാറ്റിൻ കത്തോലിക്ക അഥവാ ആംഗ്ലോ ഇന്ത്യൻസിൽ വന്നിട്ട് 8627 കിട്ടിയ കുട്ടിക്കും ഗവൺമെൻറ് വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് 10120 കിട്ടിയ കുട്ടിക്ക് വയനാടുള്ള വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ലാറ്റിൻ കത്തോലിക്ക അഥവാ ആംഗ്ലോ ഇന്ത്യൻസിൽ. പിന്നെ ബാക്ക്വേർഡ് ഹിന്ദുവിലേക്ക് വരുന്ന സമയത്ത് 8970 8431 അവിടെ മാത്രമാണ് ഒരു ചേഞ്ച് നമുക്ക് വയനാട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ധീവരാൽ 12758 12656. ഇനി വിശ്വകർമ്മയിലേക്ക് വരുന്ന സമയത്ത് 6851 കിട്ടിയ കുട്ടിക്ക് തൃശ്ശൂരിൽ കിട്ടിയപ്പോൾ 8851 വരെ റാങ്കുകൾ വയനാട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിലേക്ക് പോകുമ്പോൾ 5766 തൃശ്ശൂരിൽ കിട്ടിയെങ്കിൽ 7487 കുട്ടിക്ക് വയനാട്ടിൽ കിട്ടിയിട്ടുണ്ട്. ദെൻ കുശവൻ കുടുംബി നമുക്കവിടെ കാണാം. കുശവനിലേക്ക് വരുന്ന സമയത്ത് 16404 റാങ്ക് വരെയുള്ള കുട്ടിക്ക് തൃശ്ശൂരിൽ കിട്ടിയപ്പോൾ 18906 വരേക്ക് നമുക്ക് വയനാടുള്ള വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുടുംബിയിലേക്ക് വരുന്ന സമയത്ത് 24333 23407 2 കോളേജിൽ കിട്ടിയിരിക്കുന്ന അവസാനത്തെ റാങ്കുകൾ. പിന്നെ SC കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് 17026 17394 വയനാടും കിട്ടുന്നു. STയിലേക്ക് വരുന്ന സമയത്ത് 25511 25410 2 കോളേജുകളിൽ കിട്ടിയിരിക്കുന്നത്. EWSലേക്ക് വരുന്ന സമയത്ത് 5273 തൃശ്ശൂരിലും അതേ സമയത്ത് 9493 വയനാട് വെറ്റിനറി കോളേജിലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ. ഇതുമായിട്ടൊരു ഏകദേശം സിമിലർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെയായിരിക്കും ഈ വർഷവും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. കേരള റാങ്ക് വന്നു, നിങ്ങളെല്ലാവരും റാങ്കുകൾ അറിഞ്ഞു. ഇനി വെറ്റിനറിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ വേണ്ട. ഏകദേശം ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു റാങ്കിലുള്ള കുട്ടിക്ക് ഇത് കോളേജുകളിൽ കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക എവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, മണ്ണൂത്തിയിൽ പഠിക്കണോ പൂക്കോട് പഠിക്കണോ എവിടെയാണ് പഠിക്കേണ്ടതെന്നുള്ള മക്കൾ ആലോചിക്കുക. ഓക്കെ, വയനാട്ടിൽ കുറേ അടിപൊളി ക്യാമ്പസാണ്, വലിയ ക്യാമ്പസാണ്. പക്ഷെ കുറച്ചും കൂടെ നല്ല അക്കാഡമിക്സ് എനിക്ക് തോന്നുന്നു നമുക്ക് തൃശ്ശൂരിലുണ്ട് തോന്നുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും തൃശ്ശൂരിൽ ആദ്യമേ കൂടുതൽ നല്ല നല്ല കുട്ടികൾ തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ട്. പൂക്കോടും രണ്ടും ഒന്നിനൊന്ന് ബെസ്റ്റ് കോളേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കോളേജും എന്താണ് വെറ്റിനറി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ വെറ്റിനറി ഇഷ്ടപ്പെട്ടാൽ എനിക്കതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ധൈര്യത്തോടുകൂടെ പോവാം. ഓക്കെ, കുറേ സാധ്യതകൾ മുന്നോട്ടേക്ക് കുറേ സാധ്യതകളുണ്ട്. നിങ്ങൾ ഇതുവരെ JPCൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ. ബാക്കി സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ തന്നേക്കാം. ഓക്കെ മക്കളെ, ശരി.